നമ്മുടെ പത്തിരിയുടെ ഉരുളകൾ നോക്ക്. നല്ല വെയിലുമുണ്ട്, ചൂടുമുണ്ട്. ചോറ് കഴിക്കട്ടെ. ചോറ് കഴിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോകാനുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡിയായി. അവിടെ ഇപ്പൊ ഭയങ്കര പഠിത്തമൊക്കെയാണ്. എല്ലാത്തിനും നല്ല മാർക്കൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പെരുന്നാളിന് കഴിഞ്ഞ കൊച്ചു പെരുന്നാളിന് നാട്ടിൽ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ. ഫുൾ വ്ളോഗാണ്, ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഒരുപാട് പേര് ചോദിച്ചത് എന്താ ഡേ ഇൻ മൈ ലൈഫ് ഇടാത്തത്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു പെരുന്നാളല്ലേ, ഇന്ന് പെരുന്നാളിൻ്റെ വിശേഷങ്ങളെല്ലാം ഇടാം എന്ന് കരുതി കേട്ടോ. ഇപ്പം ഞങ്ങൾ രാവിലെ 4:45 കേട്ടോ. 4:45 കഴിഞ്ഞ് 5:05 പള്ളി നിസ്കാരം. ഞങ്ങൾ കഴിഞ്ഞ അവിടെ നിസ്കരിക്കാൻ പോയ ഇടക്ക് ഈദ്ഗാഹിന് സ്കൂളിൽ പോവാണ്. അപ്പം സ്കൂളിൽ നിസ്കരിക്കാൻ പോവാണ്. അപ്പം സ്കൂളിൽ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അബ്ദുല്ലാ ഇങ്ങോട്ട് വെക്ക്. ഇപ്പം നമുക്ക് ഈദ് മുബാറക്ക് പറയാൻ കേട്ടോ. നമുക്ക് പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് ഈദ് മുബാറക്ക് പറയാം അല്ലേ. ഷെഫി വേഗം പോവാട്ടോ, ലേറ്റായിപ്പോയി. അപ്പം എപ്പോഴും പറയുന്ന പോലെ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിലൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് പോവാം, ലേറ്റായിപ്പോയി. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആദ്യമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്നത് പള്ളിയിലായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഇപ്പോൾ ഇന്ത്യൻ സ്കൂളിലാണ് നിസ്കരിക്കാൻ വരുന്നത്. അതാകുമ്പോൾ ഒരുപാട് മലയാളി ഫാമിലീസിനെ കാണാം കേട്ടോ. അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും കാണുമ്പം നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ. ഇങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഒരുപാട് പേരെ കണ്ടു കേട്ടോ. അതിനുശേഷം ആണെങ്കിൽ അവിടെ കുടിക്കുന്ന ചായ ഉണ്ടായിരുന്നു. ഞാനൊരു ചായ വാങ്ങി, പക്ഷേ ഞാൻ കുടിച്ചില്ല കേട്ടോ. അബ്ദുള്ളയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ അബ്ദുള്ള പറഞ്ഞു ഭയങ്കര ചൂടെന്ന്. അങ്ങനെ അബ്ദുള്ളയ്ക്ക് ഞാൻ ചായയൊക്കെ ആറ്റി കൊടുത്ത് അതിന് പിന്നെ കേക്ക് ഉണ്ടായിരുന്നു, മുട്ടായി ഉണ്ടായിരുന്നു. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ മുട്ടായൊക്കെ കിട്ടിയതിൽ. പിന്നെ അമാനുവിൻ്റെ പഠിപ്പിക്കുന്ന അവൻ്റെ ട്യൂഷൻ സാറും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ച്, അങ്ങനെ വേറെയും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ച് കുറേ നേരം അവിടെ നിന്ന്. പിന്നെ സത്യത്തിൽ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴും വിയർത്തൊഴുകുവാണ്. കാരണം ഇവിടെ ക്ലൈമറ്റ് ഇപ്പോൾ ചേഞ്ച് ആയല്ലോ. അപ്പം നല്ല ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം വണ്ടിയിലോട്ട് പോവാണ് കേട്ടോ. വണ്ടി കുറച്ച് ദൂരെയായിരുന്നു നിർത്തിയിട്ടിരുന്നത്. അങ്ങനെ അബ്ദുള്ളയും പൊക്കി എടുത്ത അവസാനം വണ്ടി കയറി. അങ്ങനെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂടല്ലോ, ഉയർത്തൊഴുകി. പിന്നെ കുറേ ഫ്രണ്ട്സ് എല്ലാം ഉള്ളത് കൊണ്ട് അവരോടെല്ലാം സംസാരിച്ച് വന്നപ്പോൾ ഇപ്പം എത്ര മണിയായി? 6 മണിയായി, 6:10. അപ്പോൾ അതാ ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പം ഇനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് ഇല്ല ശരിയേ. എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാറക്. ഈദ് മുബാറക് അബ്ദുള്ള, ഈദ് മുബാറക്. നിസ്കാരം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അല്ലോ വിയർത്ത് കുളിച്ചു കേട്ടോ. ഭയങ്കര ചൂട്. അതായത് നോക്ക്, ഒരു അത്തിപ്പഴം നിൽക്കുന്നു. അപ്പൊ നമുക്കൊരു അത്തിപ്പഴം തിന്നാലോ. അപ്പൂസേ ഈ ഫോണൊന്ന് വിളിച്ചടാ. രവി അത്തിപ്പഴം വേണോ? എന്നാ പതിനുണ്ട്. എല്ലാം മുട്ടാ പഴുത്ത് വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും താണ്ടെ കിച്ചണിൽ വന്നു കേട്ടോ. ഇതാണ് എൻ്റെ പെരുന്നാളിൻ്റെ നൈറ്റ് ഇല്ലേ ശരിയേ. ഇതാണ്. പക്ഷെ കൈ ഇവിടെ ഒരു ശകലം കുറവാണ്. 3 നൈറ്റ് എടുത്തു കേട്ടോ. ബാക്കിയെല്ലാം 3/4 ആണ്. ഇത് ഇത്രയേ ഉള്ളു. അപ്പം ഇന്ന് ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. അപ്പൊ ഞാന് കളർ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതെടുത്ത് അവർ രണ്ടുപേരൂടെ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത്. രാവിലെ 4:30 എഴുന്നേറ്റതാ. അപ്പൊ ഇപ്പം ഉറക്കം വരുന്നു. അങ്ങനെ അപ്പൂസിന് ഉറക്കം വരുന്നു കേട്ടോ. അബ്ദുള്ള ഫോൺ നോക്കി കിടക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കിച്ചണിൽ വന്ന്. അപ്പൊ കിച്ചണിൽ വന്നപ്പം ഷെഫിക്കാണെങ്കിൽ ഒരു കാപ്പി കുടിക്കണം. ഞാൻ രാവിലെ ചൂടുവെള്ളം കുടിച്ചിട്ടായിരുന്നു പള്ളിയിൽ പോയത്. അപ്പൊ ഷെഫിക്ക് കാപ്പി ഇടുന്നു. ഷെഫി നിങ്ങൾ കണ്ടില്ലല്ലോടാ, സ്റ്റീൽ ബോഡി. പിന്നെ ബീഫ് ആണ്. തുടങ്ങി പത്തിരിയും ബീഫ് കറിയും ഉണ്ടാക്കാനാണ് രാവിലെ നാസ്തയ്ക്ക്. പിന്നെ ഓഫ് കിട്ടുമോന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഉച്ചക്കാലത്തേക്കുള്ള ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഡ്യൂട്ടി ഉള്ളത് കൊണ്ടേ. ഇനി കിട്ടുവാണെങ്കിൽ ഓഫ് കിട്ടുവാണെങ്കിൽ ഷെഫി പറഞ്ഞ് പുറത്തു പോയി കഴിക്കാം.
വീഡിയോ എടുക്കുവാ. പേടിപ്പിക്കുന്ന ഉറങ്ങിയില്ലെങ്കിൽ പേടിക്കും. പ്രേതം വരുന്നെന്ന് പറഞ്ഞാലേ കിടന്ന് ഉറങ്ങത്തുള്ളൂ. പേടിച്ചോറി അല്ലെങ്കിൽ ഉറങ്ങത്തില്ല. അഥവാ എനിക്ക് സോഫ് കിട്ടിയാലൊന്ന് പുറത്ത് ഉറങ്ങി വെച്ചാൽ അന്നേരം കിടന്ന് ഉറങ്ങും ഉച്ചയ്ക്ക്. അതുകൊണ്ടാണ് ഉറങ്ങാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പം വഴക്കാം. അപ്പൊ ഷെഫി ബീഫ് കട്ട് ചെയ്യുന്നത് ഞാൻ പത്തിരി ഉണ്ടാക്കട്ടെ. കെറ്റിൽ ഓൾറെഡി വെള്ളം ചൂടാക്കിയായിരുന്നില്ലേ? പനിയെ 2 ദിവസമായി പനി കേട്ടോ. അബ്ദുള്ള കൊണ്ട് തന്ന സമ്മാനമായിട്ട് ഒച്ചയൊക്കെ അടഞ്ഞിരിക്കുകയാണ്. പനി സൗണ്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇച്ചിരിയെങ്കിലും ഓക്കെ ആയി. പിന്നെ എല്ലാവർക്കും ബ്ലോഗ് ഇല്ലേ ഷെവി, ഡേ ഇൻ മൈ ലൈഫ് കാണുന്നത് ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണ് ഞങ്ങൾ ഇന്നൊരു പെരുന്നാളിന്റെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. അപ്പം പത്തിരി ഉണ്ടാക്കട്ടെ. അങ്ങനെ വേണ്ടതേ നമ്മുടെ പത്തിരിയുടെ ഉരുളകൾ നോക്ക്. ഒരാള് ഉള്ളി പൊളിച്ചോണ്ടിരുന്നാണ് കേട്ടോ. അവിടെ അടിയായിട്ട് അങ്ങോട്ട് പോയി. അപ്പം പത്തിരി ഉണ്ടാക്കട്ടെ. നിങ്ങളുടെയൊക്കെ വീട്ടിലെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് പറയണേ. പത്തിരി ചൂടാം. പത്തിരി ഷെഫി പറഞ്ഞോളൂ. നമ്മൾ ആ ഒറോട്ടി ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളോട് ഇന്നാള് വാങ്ങിക്കാൻ പറ്റി. നിങ്ങൾ വാങ്ങിച്ചു തന്നില്ലായിരുന്നു. നിങ്ങൾ മറന്നുപോയതാ? ഓർക്കാൻ നമുക്ക് പത്തിരി ഉണ്ടാക്കുന്ന പിന്നെ ആ പാത്രം ഇത് വാങ്ങിക്കണമെന്ന്. അത് തന്നെ എപ്പോഴും പറയൂല അത് വേണമെന്ന്. പക്ഷെ ലുലു പോകുമ്പോ ഓർക്കത്തില്ല. എന്റെ അടുത്ത് അന്നേരം അതെടുക്കാതെ വേറെ സാധനങ്ങളിലോട്ട് പോകും. കോസ്മെറ്റിക്സിലോട്ട് പോകും. പിന്നെ നമ്മൾ വേറെ സാധനങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്ക് അതങ്ങ് വിട്ടുപോകും. പിന്നെ വീട്ടിൽ വന്ന് ഇത് കണക്ക് ചുടുന്ന സമയത്ത് പറയും ഇല്ല എന്ന് പറയും. ഞാനാണ് ഓർക്കേണ്ടത്. ഓക്കെ. അന്നേരം ഇയാൾക്ക് ഉടൻ തന്നെ ഇത് കിട്ടും. ഞാൻ ഓർത്ത് വെച്ചിരുന്നിട്ട് ഞാനങ്ങ് മറന്നു പോകും. ഉള്ളിയെല്ലാം റെഡിയാ. എന്റെ അസിസ്റ്റന്റ് ഞാൻ പത്തിരി വിടട്ടെ. എത്ര മണിയായി ഷെഫി? 10 ആവുന്നോ? അപ്പൊ നമ്മളെ പിന്നെ എന്തുവായിരുന്നു അങ്ങനെ പത്തിരി എല്ലാം ചുട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത പിന്നെ ബീഫ് കറി വെക്കുവാണേ. ഓൾറെഡി ബീഫ് വേവിച്ച് മാറ്റി വെച്ചു. കാരണം ഷെഫിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഇതിനകത്തോട്ട് മസാല ഇട്ടിട്ട് പിന്നെ ബീഫ് ഇതിലോട്ട് സെറ്റാക്കുന്ന ഇഷ്ടം അല്ലേ ശരിയേ? ഓഫ് കിട്ടി കേട്ടോ. ഓഫ് സാങ്ഷനായി. വിളിച്ചു ചോദിച്ചപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു ശരി വേണ്ട, പുറത്ത് കഴിക്കാൻ പോകണ്ട, നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നെയ്ച്ചോറും പരിപ്പും ബീഫ് കറി ഓൾറെഡി വെക്കുന്നുണ്ടല്ലോ. പിന്നെ ഹോട്ടലിലും കൂടെ പോയി ഫുഡ് കഴിച്ചാൽ വേസ്റ്റ് ആവില്ലേ. അപ്പോഴ് രാത്രി പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അല്ലേ ശരിയേ? നീ നിങ്ങളെ കാണുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് പോകണമെങ്കിൽ എനിക്ക് ആ മസാലയും കൂടെ തൊട്ടേ. തീ കൂട്ടുന്നുണ്ടെങ്കിൽ കണ്ടോ, തീ കൂട്ടുന്നുണ്ടെങ്കിൽ ചോള തീയാ വരുന്നത്. എന്തോ ചെയ്യാനാണെന്നറിയാമോ? എത്ര ഗ്യാസ് അടുപ്പ് വാങ്ങിച്ചു മാറ്റി ഗ്യാസ് അടുപ്പ് മാറ്റുന്നത് തന്നെ മിച്ചം. ഇതിനകത്തുനിന്ന് എന്തോ റെഡ് തീയാണ് വരുന്നത്. അത് ചില പാത്രത്തിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ കരി വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ് കരി വരുന്നത് കൊണ്ട്. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി. അതൊന്നും ഇതിനകത്ത് എടുത്തില്ല കേട്ടോ, ഞാൻ പോകുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ഒക്കെ. കാരണം ഞാൻ ഒരുപാട് ലേറ്റായിപ്പോയി. അങ്ങനെ ഷെയ്ഖായെ കണ്ടു, ഇത് വരക്ക് പറഞ്ഞു. എനിക്ക് രാവിലെ കുറച്ച് പണി ഉണ്ടായിരുന്നു അവിടെ, അതെല്ലാം കഴിഞ്ഞു. ഇപ്പം 11 മണി കഴിഞ്ഞു കേട്ടോ. സത്യത്തിൽ നല്ല വിശപ്പുണ്ട്. രാവിലെ ഒരു ഈത്തപ്പഴം 1 ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചതാ. അപ്പം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോവാട്ടോ. ഷെഫി പറഞ്ഞു ഷെഫിക്ക് മസാല ചായ വേണമെന്ന്. അങ്ങനെ ഞാനൊരു ചായ ഇടട്ട്. എന്നിട്ട് അബ്ദുള്ളയും അമാനും ഒക്കെ നല്ല ഉറക്കമാണ്. അബ്ദുള്ള ഇറങ്ങട്ടെ, അമാനുവിനെ വിളിക്കണം. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാടെ. അല്ല ആദ്യം പോയി ചായ ഇടട്ടെ. ചായ ഇതാ തിളയ്ക്കാൻ പോകുന്നു. ഷെഫി പേപ്പർ ഇട്ടോ. അപ്പൂസിനെ വിളിച്ചാ? കുഴഞ്ഞു പോയി. ഞാൻ പോയ നേരത്തിന്, ഡ്യൂട്ടിക്ക് പോയ നേരത്തിന് ഞാൻ നെയ്ച്ചോറാണ് പറഞ്ഞില്ലേ. അപ്പം പരിപ്പ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിരുന്നു. പിന്നെ അരച്ച് വെച്ചിട്ടാ പോയത്. അപ്പം ഞാൻ ഷെഫിയോട് പറഞ്ഞതുകൊണ്ട് കടുക് വറുത്തിടണേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതുകൊണ്ട്
പരിപ്പ് കറി റെഡിയായി. ഇനി പിന്നെ നെച്ചോറുണ്ടാക്കാൻ ഇപ്പൊ കയറത്തില്ല, 11:15 ഉള്ളൂ. അപ്പം ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. രാവിലെ എഴുന്നേറ്റ് കുറച്ചു നേരം കിടന്നിട്ടില്ലെങ്കിൽ പണി മേടിക്കും കേട്ടോ. കാരണം പുറത്ത് പോകുമ്പോഴത്തേക്ക് തലവേദന ഞാൻ കൊടുക്കും. അതുകൊണ്ട് കുറച്ച് കിടന്നിട്ട് ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും നെച്ചോറുണ്ടാക്കാൻ വരാം. എന്ത് തിളക്കാത്തത്, അങ്ങോട്ടെങ്ങാനും പോയാൽ അപ്പം തിളക്കും. ഇപ്പൊ നോക്കിക്കൊണ്ട് ഇപ്പൊ തിളക്കത്തില്ല. അപ്പൊ ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അമാനൂന് കുറച്ച് കഴിഞ്ഞ് മതി കേട്ടോ. അമാനൂന് ക്ഷീണം അതുകൊണ്ട് അമാനൂന് കുറച്ച് കഴിഞ്ഞ് മതി. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പൊ നമുക്ക് നെച്ചോറുണ്ടാക്കാം. അബ്ദുള്ള ഉറങ്ങും കേട്ടോ, ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. പറയാൻ മറന്നുപോയി, ഷെഫിക്ക് ഇന്ന് പായസം വേണമെന്ന്. പായസം ഇവിടെ അട വെച്ചു. നിങ്ങളുടെ വന്ന ഷെഫി നല്ല കാണിച്ചേ. ഇച്ചിരി അടപ്പായസം കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമെന്ന് കേട്ടോ. ഞാൻ ചോദിച്ചു ഇങ്ങനെ ഗർഭമുണ്ടോ ശരിക്കില്ല. ഈ വന്ന് അത് ഹെവിയെ ഷെഫി നിങ്ങളെ കണ്ടില്ലല്ലോ. ബിസിയാട്ടോ ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു അടവിച്ച് തരാൻ പറഞ്ഞു. ഞാൻ പായസം ചോറ് വെക്കുമ്പോഴത്തേനെ ഇത് കണ്ടോ, എന്നെ പായസത്തിന് ഹെൽപ്പ് ചെയ്ത് തരാന്നറിയാവോ. ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് വന്ന് സഹായിക്കും കേട്ടോ. അതാ ഇന്നിപ്പോ അതാ പായസം ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ കുറച്ച് ഇളക്കിയപ്പോഴത്തേക്ക് കുഴഞ്ഞു. എന്നോട് പറയാ അമ്മ കുഴഞ്ഞു പോയി. സ്റ്റാൻഡ് കടപ്പായസം കേട്ടോ. അങ്ങനെ പായസം ഫൈനൽ എത്താറായി. കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്താ വീഡിയോ എടുത്തത്. അപ്പൊ ഞങ്ങളുടെ പായസം റെഡിയായി. അബ്ദുള്ളയല്ലല്ലോ അപ്പൂസാണ് പായസം സെറ്റ് ആക്കി തന്നത് കേട്ടോ. ഇതാ പായസം. അപ്പൊ ഞങ്ങളുടെ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി പോയിട്ട് ളുഹർ നിസ്കരിക്കണം. എന്തോ ചൂടാന്നറിയോ കിച്ചണില്. ളുഹർ നിസ്കരിക്കണം. പിന്നെ ഇപ്പൊ വിശപ്പില്ല കേട്ടോ. ഞങ്ങൾ 2:30 ആകുമ്പോഴേ കഴിക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ പോയിട്ട് നിസ്കരിച്ച് ഇനി റൂമൊക്കെ ഒന്ന് തൂത്തു വാരണം. അപ്പം ചോറ് കഴിക്കാൻ തരാം നമുക്കാണല്ലേ അപ്പൊ സാർ. എന്തെങ്കിലും ചോദിക്കുക, എന്തെങ്കിലും പറ. ഇയാളെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 10ാം ക്ലാസ്സിലാട്ടോ എക്സാം ഒക്കെ. ഇപ്പൊ ഭയങ്കര പഠിത്തമാണ് കേട്ടോ. എന്താണെന്നറിയാവോ, ഞാൻ പറഞ്ഞ് 10ൽ മാർക്കില്ലെങ്കിൽ നാട്ടി വിടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഈ ഭയങ്കര പഠിത്തമാണ്. 24 മണിക്കൂറും പഠിത്തമായിട്ട് നടക്കുവാണ്. കാരണം നാട്ടിൽ പോയിട്ട് നിൽക്കുന്ന ഇഷ്ടമല്ല. ഉമ്മായി വാപ്പ ഒന്നും ഇല്ലാതെ നാട്ടിൽ പോയി നിൽക്കുന്ന ഇഷ്ടമല്ലെന്ന്. ഇടയ്ക്കിന്ന് കരച്ചില്ല. അതുകൊണ്ട് ഭയങ്കര പഠിത്തമാണ്. ഈ വളർന്നിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത്രയും വളർന്നതേ ഉള്ളൂ കേട്ടോ. ഭയങ്കര പിന്നെ നാട്ടിൽ പോയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയങ്കര വിഷമവും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് പോത്തില്ല. വാ വാ വാ. അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര പഠിത്തമൊക്കെയാണ്. എല്ലാത്തിനും നല്ല മാർക്കൊക്കെ ഉണ്ട് കേട്ടോ. മാത്സിന്റെ പേപ്പറൊക്കെ കിട്ടിയായിരുന്നില്ല പൂസേ. അപ്പൊ ട്യൂഷൻ സാറൊക്കെ പറയും ഇപ്പൊ ഗുഡ് ബോയ് ആണെന്ന് അല്ലേ. ചിരിയൊക്കെ. അപ്പൊ ഞങ്ങൾ പോയിട്ട് നിസ്കരിക്കട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാരും ഒന്ന് കയറി കുറച്ച് മയങ്ങി കേട്ടോ. കാരണം ഭയങ്കര ടയേർഡായിരുന്നു. രാവിലെ എഴുന്നേറ്റല്ലേ. ഷെഫി ഇപ്പോഴും കിടക്കുവാണ്. അപ്പം 3 മണി കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോഴാണ് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. അബ്ദുള്ള ഉറങ്ങി എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ. അപ്പോൾ അബ്ദുള്ളക്ക് ഇപ്പോൾ വിശക്കുന്നെന്ന് പറഞ്ഞ് അപ്പോൾ അബ്ദുള്ളക്ക് ചോറ് എടുക്കാൻ പോവാണ്. അബ്ദുള്ള നിന്നെ എല്ലാവരും തിരക്ക് കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ എൻ്റെ ഈ വോയിസ് അങ്ങ് പെട്ടെന്ന് ഒന്നും കൂടെ അങ്ങ് ചേഞ്ച് ആവും കേട്ടോ. മൂക്കടപ്പ് ഭയങ്കര മൂക്കടപ്പാണ്. അപ്പോൾ ഞാൻ പോയിട്ട് അബ്ദുള്ളക്ക് ചോറ് കൊടുക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ കുറുമ്പൻ അബ്ദുള്ള ദാ വന്നിരിക്കുന്നു. ഇനി അബ്ദുള്ളക്ക് ചോറ് കൊടുക്കട്ടെ കേട്ടാ. അബ്ദുള്ളക്ക് ചോറ് കൊടുക്കാന്ന് പറ. അപ്പൂസ ഈ നിസ്കരിക്കുന്ന അഡ്രസ്സ് നിസ്കാരപ്പാലിട്ടേക്കണേ. അപ്പൊ ഞങ്ങള് ചോറുണ്ടോ താണ്ടെ. ചോറും പരിപ്പും പപ്പടവും കേട്ടോ. പരിപ്പ് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കൊണ്ട് പപ്പടത്തിന് മുകളിൽ കേട്ടോ. കറി ഉണ്ടാ കഴിക്കത്തില്ല. അപ്പൊ ഞാൻ മോന് ചോറ് കൊടുക്കട്ടെ. ബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അപ്പൊ ഞങ്ങള് ചോറ് കൊടുക്കട്ടെ. അതാ ഞങ്ങള് ചോറുണ്ണാൻ പോവാണ്. അങ്ങനെ ഞങ്ങള് ചോറ് കഴിക്കുവാണ്. പിന്നെ ബീഫ് കറിയും നെച്ചോറും പരിപ്പും കേട്ടോ. ഇവിടെ പപ്പടം ഇത് നിറച്ചു പൊരിച്ച് വെച്ചിരുന്നത്. ഇവിടെ ഒരു പപ്പട പൊടിയുണ്ട്, കംപ്ലീറ്റും തീർക്കും കേട്ടോ. ഇപ്പൊ ഇത്രയേ ഉള്ളൂ പപ്പടം. അല്ലേ അബ്ദുള്ള? ഞങ്ങള് ചോറ് കഴിക്കട്ടെ. ചോറ് കഴിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോവാനുണ്ട്. അല്ലേ ശരിയേ? പുറത്ത് ഉറക്കാൻ വേണ്ടി ചോറ് കഴിക്കട്ടെ കേട്ടോ. എന്റെ ക്യാമറമാൻ അപ്പൂസ് അങ്ങനെ കറി ഒഴിച്ചതാ ചോറുണ്ണുവാണ്. അബ്ദുള്ള ആ അപ്പൊ നമ്മള് ചോറിനിട്ടെ പൂസേ, ചോറിനോന്ന് പറ. മിണ്ടത്തില്ല കേട്ടോ, നാണം കുണിങ്ങിയ. അപ്പൊ ഞങ്ങള് ചോറ് കഴിച്ചിട്ട് വരാവേ. അപ്പൊ ഞങ്ങള് ചോറെല്ലാം ഉണ്ട് കഴിഞ്ഞ്. അപ്പൊ ഞങ്ങൾ ഇനി ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ടൈം തന്നെ ഒട്ടും ടൈമില്ല. അതുകൊണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ഞങ്ങളൊന്ന് റെഡി ആവട്ടെ. അങ്ങനെ ഞങ്ങൾ താണ്ടെ ഒരു വഴക്കാടി നോക്ക്. എല്ലാരും ചോദിക്കും എന്റെ അടി പിണങ്ങി നിൽക്കുവാണ് കേട്ടോ. അവരെല്ലാം വണ്ടി കയറാൻ പോയി. ഇപ്പൊ ഇവിടെ പിന്നെ എടുത്തു കൊടുത്താൽ നിക്കർ വേണ്ട, വേറെ നിക്കർ വേണോ കേട്ടോ. പാന്റ് വേണോ, നിക്കർ വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ചൂടല്ലേ, നിക്കർ ഇടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കേൾക്കുന്നില്ല. അങ്ങനെ ബാ തുറക്ക അബ്ദുള്ള, തുറക്ക അബ്ദുള്ള. മഴക്ക് പറഞ്ഞു. അങ്ങനെ താണ്ടേ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് പോവാതിരിക്കണം കേട്ടോ. ഈദ് ഡ്രസ്സ് കേട്ടോ. ഈ ഡ്രസ്സ് കഴിഞ്ഞ പെരുന്നാളിന്, പിന്നെ കഴിഞ്ഞ കൊച്ചു പെരുന്നാളിന് നാട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പൊ നാട്ടിൽ നിന്ന് ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞു. പക്ഷെ ആ ടൈമിൽ കൊറിയർ ഡിലേ ആയി കേട്ടോ. അങ്ങനെ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഇപ്പൊ ഈ ഒരു ലാസ്റ്റ് വീക്കിലാണ് എനിക്ക് ഈ ഡ്രസ്സ് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ഇത് ഈ പെരുന്നാളിന് ഇടാന്ന് വിചാരിച്ചോ. അങ്ങനെ എടുത്ത് വെച്ചതാണ്. അല്ലേ ശരിയേ? എന്റെ ഡ്രസ്സ് കൊച്ചു പെരുന്നാളിന്റെ വലിയ പെരുന്നാളിനിട്ട്. അങ്ങനെ ഞങ്ങള് അപ്പൂസിനാണെങ്കിലേ അബ്ദുള്ള വഴക്കാം. ഹമായൂനാണെങ്കിൽ പിന്നെ നുരാന ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട് കേട്ടോ. കടൽ ഭാഗമാണ്. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല. അവനിക്ക് കടലിന്റെ അടുത്ത് പോകണമെന്ന് കേട്ടോ. ഒന്നാമതേ ചൂട് കൊണ്ട് സഹിക്കാൻ വയ്യ. അങ്ങനെ കടലിന്റെ അടുത്തോട്ട് പോവാണ്. ഇവിടെ കൂടുതലും ഒന്നും കാണാനും ഒന്നുമില്ല കേട്ടോ. എല്ലാം നമ്മൾ പോയതാണ്. എല്ലാ വ്ളോഗിലും ഞാൻ കാണിച്ചതുമാണ്. പാർക്കാണേലും എല്ലാം ആണേലും. അപ്പോഴാണെങ്കിൽ വീണ്ടും എന്നാ പറഞ്ഞ് എന്നാ വിചാരിച്ച് കടലിന്റെ അടുത്തോട്ട് പോകുന്നത്. അങ്ങനെ കടലിന്റെ അടുത്തോട്ട് പോവാണ്. വൈകിട്ട് കർബാബാദ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെയാണ് ഡിന്നർ കഴിക്കാൻ പോകുന്നത്. അവിടെ ഗ്രില്ലാണ്, തുർക്കിഷുകാരുടെ ആണ്. അത് സെറ്റ് വൈബാണ് കേട്ടോ. അപ്പൊ നമുക്ക് നുരാനെ ചെന്നിട്ട് കാണാമേ. നമ്മളങ്ങനെ നുരാന ഐലൻഡിൽ വന്നു കേട്ടോ. അതോ ഷെഫി അപ്പൂസേ എല്ലാരും ബിസിയാണ്. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലാട്ടോ. അബ്ദുള്ള ഇവിടുന്നാ കളിക്കുന്നുണ്ടാ. നല്ല വെയിലുമുണ്ട്, ചൂടുമുണ്ട്, വെട്ടമില്ല ഫോണിന് കേട്ടോ. ഞങ്ങൾ കുറച്ചു നേരം ഇടുന്നിട്ട് ഫോട്ടോയും റീൽസൊക്കെ എടുക്കാന്ന് കരുതി നിൽക്കാൻ. നിങ്ങളെ നല്ലതുപോലെ കാണിച്ചു തരാം. നടക്കുന്ന ഏരിയയാണ്. അബ്ദുള്ള ഇവിടെ നീ ഇരിക്കും. ദാ ഇവിടെ മണ്ണി കളിക്കും നോക്ക്. ഞങ്ങൾ കുറച്ച് ഫോട്ടോയും റീൽസൊക്കെ എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കൊറേ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് ഇപ്പൊ എന്താ ഇരുട്ടാൻ പോന്നു കേട്ടോ. ഇനി ഞങ്ങള് നേരെ ഇന്ന് നമ്മളെങ്ങോട്ടാ പോന്നേ? ഇനി നമുക്ക് കർബാബാദി ഇപ്പഴേ പോണാ? ഒന്ന് അവിടെ നിന്ന് കറങ്ങാം. ഫുഡ് പിന്നെ കഴിക്കാം. ആദ്യം അവിടെ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കറങ്ങി. അപ്പൊ കർബാബാദി പോവാട്ടോ. മാനുവിനെ അബ്ദുള്ള കണ്ടില്ലല്ലോ. ഇവിടെ ഐസ്ക്രീം കുടിക്കോ, കാണിച്ചു തരാവേ. ഇങ്ങനെയുള്ള കാര്യത്തിൽ എന്തൊരൊത്തൊരുമയാന്നറിയോ? ആ സ്നേഹം നോക്കിയേ. ഓ അല്ലെങ്കിൽ രണ്ടും പൊരിഞ്ഞടിയാ കഴിഞ്ഞ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങട്ടെ കേട്ടോ. ഇവിടെ വലുതായിട്ടൊന്നും ഇല്ലാതെ കണ്ടോ. വേറൊരു കടൽ മാത്രമേ ഉള്ളൂ. ഫോട്ടോസിന്റെ റീൽസിന് വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മൾ വണ്ടിയിലോട്ട് കയറിട്ട് മരുവ് ടൈം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴാണ് കർബാബാദിൽ എത്തിയത് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് 1-2 പിന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഫോൺ അങ്ങ് ഓഫായി പോയി. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയിട്ട് ചാർജ് കുത്തിയിട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് വരുവാണ് കേട്ടോ. അബ്ദുള്ളയാണെ വണ്ടി കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അപ്പം നമ്മളിതാ കർബാബാദിലെത്തി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം നമുക്ക് പോവാം.
അങ്ങനെ ഞങ്ങൾ കർബാബാദിലെത്തി കേട്ടോ. ഷെഫിയും അപ്പൂസും ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞാനിതിന് മുന്നേ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാനാണ് ഇവരോട് ഈ ഒരു പ്ലേസിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് ഇവരിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. കാരണം അവിടെ ഈ ഒരു ചൂട് ക്ലൈമറ്റ് ആണെങ്കിൽ അവിടെ ഈ കൂളർ വെച്ചിട്ടുണ്ട്. അപ്പം നല്ല തണുത്ത കാറ്റാണ് അവിടെ അടിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല രസമാണ് അവിടെ, ചൂടൊന്നും ഇല്ല. പിന്നെ ഫാമിലിയായിട്ടൊക്കെ പോകാൻ ഭയങ്കര രസമാണ്. അവിടെ കുറേ കളിക്കുന്ന ഏരിയ ഉണ്ട് കുഞ്ഞു മക്കൾക്ക്. അങ്ങനെ അബ്ദുള്ളയാണെങ്കിൽ കുറേ കളിച്ച്. അവിടെ ആണെങ്കിൽ ഒരു പാമ്പിൻ്റെ ഒരു പ്ലാസ്റ്റിക് പാമ്പുണ്ടായിരുന്നു കേട്ടോ. അത് വേണം പറഞ്ഞ് കിടന്ന് കരഞ്ഞ്. എനിക്കാണെങ്കിൽ ഈ പാമ്പെന്ന് പറയുന്ന സാധനം പേടിയാണ്. അങ്ങനെ അത് വാങ്ങിച്ചു കൊടുക്കാത്തതിന് കുറച്ച് കരച്ചിലായിരുന്നു. അങ്ങനെ കരച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ഹോഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഹോഴ്സിൻ്റെ പുറത്ത് റൗണ്ട് ചെയ്ത് ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്ന്. ഫുഡ് ഇവിടെ ഗ്രില്ലാണ്. നമ്മൾ ഈ മലയാളി റെസ്റ്റോറൻറ്റ്, എനിക്കും മോനും അപ്പൂസിനൊക്കെ ആണെങ്കിൽ ഈ മലയാളി റെസ്റ്റോറൻറ്റിലെ ഫുഡ് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ ഈ ഗ്രില്ല് ഐറ്റമാണ് ഇഷ്ടം. അപ്പം ഈ പെരുന്നാളിനൊക്കെ ആണെങ്കിൽ ഈ മലയാളി റെസ്റ്റോറൻറ്റ് എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളാണ്. അപ്പം കൂടുതലും ഗ്രില്ലിൻ്റെ അടുത്താകുമ്പോൾ ഉണ്ടല്ലോ നല്ല പ്ലേസുമാണ്. ഒരുപാട് പേർക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത് കേട്ടോ. അങ്ങനെ അന്നേരം ഞാൻ ഷെഫിയോട് പറഞ്ഞു, ഷെഫി നമുക്ക് മലയാളി റെസ്റ്റോറൻറ്റിൽ പോകണ്ട, നമുക്ക് ഇവിടെ നിന്ന് ഗ്രില്ല് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യമേ പ്ലാൻ ചെയ്തതായിരുന്നു. അങ്ങനെ നമ്മൾ ഗ്രില്ലൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. മട്ടൻ പിന്നെ അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. അങ്ങനെ മട്ടൻ കഴിക്കാത്തത് കൊണ്ട് മട്ടൻ ഓർഡർ ചെയ്തില്ല. കാരണം മട്ടൻ ഇവിടുത്തെ അറബി നാട്ടിലൊക്കെ മട്ടന് ഭയങ്കര സ്മെല്ലാണ്. നമ്മുടെ നാട്ടിലെ മട്ടനാണെങ്കിൽ അത്രയും സ്മെല്ലില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ മട്ടൻ അങ്ങനെ ഇവിടുത്തെ കഴിക്കത്തില്ല. അങ്ങനെ ചിക്കനും ലെമൺ ജ്യൂസും ഒക്കെ ഓർഡർ ചെയ്ത്. അബ്ദുള്ളക്കാണെങ്കിൽ ഫുഡ് കുബൂസും പകുതി കഴിച്ചു, ഒരെണ്ണത്തിൻ്റെ പകുതി കഴിച്ചു. അവനും ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു. അവന് കൂടുതൽ ഇഷ്ടം ഈ ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ ഫുഡ് കഴിച്ചപ്പോൾ മോൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഫ്രണ്ടുമായിട്ട് അവൻ കുറച്ച് നേരം കളിച്ചു. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് അവിടെ നിന്നാണെങ്കിൽ സത്യത്തിൽ തിരിച്ച് പോകണമെന്നേ ഇല്ലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് പൊളി വൈബായിരുന്നു അവിടെ. അങ്ങനെ നമ്മളൊരു 1 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളാണെങ്കിലുണ്ടല്ലോ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് പായസം കുടിച്ചില്ല. ഇപ്പോഴും ഞങ്ങൾ ഓർത്ത് അല്ല പായസം കുടിച്ചിരുന്നു. പായസം കിച്ചിലുണ്ട്, പായസം എടുക്കാൻ മറന്നുപോയി. അന്നേരം ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് പായസം കുടിക്കാൻ മറന്നുപോയി. ഇപ്പം ഗ്രില്ലെല്ലാം കഴിച്ച് വയറ് ഫുള്ളായിട്ടിരിക്കുന്നു. എന്നാലും ഇച്ചിരി പായസം പാടുപെട്ട് വെച്ചേലേ അല്ലേ. ഗർഭിണിയുടെ ആഗ്രഹമല്ലായിരുന്നു. ഞാൻ പറഞ്ഞാലും ഒരു ശകലം കുടിച്ചിട്ട് കിടക്കാന്ന്. അങ്ങനെ വീട്ടിൽ പോയി ഒരു ശകലം പായസം കുടിച്ചിട്ട് നമുക്ക് വൈൻ്റെ പോരാ കേട്ടോ. വീട്ടിൽ പോവാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് നിസ്കാരം എല്ലാം കഴിഞ്ഞ് മേലൊക്കെ കഴുകി. പിന്നെ പായസം ആണെങ്കിലുണ്ടല്ലോ ഇച്ചിരി കൂടെ കട്ടിയായി പോയില്ലേ. ചൂടോടെ ഹോട്ട് പോട്ടിൽ ഒഴിച്ചു വെച്ചതാ, കട്ടിയായിപ്പോയി. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു ഇപ്പം തൽക്കാലം ഇച്ചിരി ടേസ്റ്റിന് കഴിക്കാം, നാളെ തേങ്ങാപ്പാൽ ഒഴിച്ച് സെറ്റാക്കാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പായസം കുടിക്കട്ടെ വൈൻ്റെ. അപ്പം പായസം കുടിക്കുന്ന ധൃതി കേട്ടോ. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ, കുഞ്ഞാണെന്ന് തോന്നുന്നില്ല, ഇച്ചിരി വലുതാണെന്ന് തോന്നും, വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ ഉടനെ വരാം എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറക്.